ഈവനിംഗ് ബ്രേക്കിംഗ്. സാക്ഷി പോർട്ടൽ പണിമുടക്കിയതോടെ എംപിമാരുടെ വികസന ഫണ്ട് വിനിയോഗം പ്രതിസന്ധിയിൽ. ഏപ്രിൽ 4 മുതൽ 10 വരെ പോർട്ടൽ ഷട്ട് ഡൌൺ ആകുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ ഇതുവരെയും പോർട്ടൽ പൂർവ്വസ്ഥിതിയിലായില്ല. ഇതോടെ കോടികളുടെ ഇടപാടുകളാണ് പ്രതിസന്ധിയിലാക്കിയത്. പണം ലഭിക്കാതെ പ്രതിസന്ധിയിലാണ് കരാറുകാർ. അർജുൻ കല്യാട് ചേരുന്നു നമുക്കൊപ്പം. അർജുൻ കല്യാട്, സാക്ഷി എന്താണ് നന്നാക്കാത്തത് എന്ന ചോദ്യം കരാറുകാർ ചോദിച്ചു തുടങ്ങിയിട്ട് കുറച്ചായല്ലോ. ഈ പദ്ധതികളൊക്കെ മുടങ്ങിപ്പോകുന്നത് ഈ കാലപരിധി ഉള്ളതാണല്ലോ പല ഫണ്ടുകൾക്കും. എന്താണിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അർജുൻ? സുജി, അതായത് രാജ്യസഭ ലോക്സഭ എംപിമാരുടെ പ്രാദേശിക വികസന ഫണ്ടുകളാണ് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഈ ഏപ്രിൽ മാസം ആദ്യവാരം കൊണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ഇതിൻ്റെ പോർട്ടൽ അടയ്ക്കുന്നു എന്നുള്ളതായിരുന്നു ഈ കരാറുകാർക്കുൾപ്പെടെ ലഭിച്ചിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അറിയിപ്പ്. എന്നാൽ ഏപ്രിൽ മാസം കഴിയാൻ വേണ്ടി അല്ലെങ്കിൽ കഴിഞ്ഞ ഈ ഘട്ടത്തിൽ പോലും കൃത്യമായ രീതിയിൽ ഇതിനകത്തൊരു അറിയിപ്പ് ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ പോർട്ടലിൽ എന്താണ് സംഭവിക്കുന്നത്, മെയിൻ്റനൻസ് പൂർത്തിയായോ തുടങ്ങിയിട്ടുള്ള അറിയിപ്പുകളൊന്നും ഈ കരാറുകാർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രാജ്യത്തെ ലോക്സഭ രാജ്യസഭ എംപിമാരുൾപ്പെടെ 781 എംപിമാരുടെ ഫണ്ടുകളാണ് ഇത്തരത്തിൽ പ്രതിസന്ധിയിലാകുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ കരാറുകാർക്ക് ലഭിക്കാതെ കിടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പും കരാറുകാർക്ക് ലഭിച്ചിട്ടില്ല. എംപിമാരുടെ ഓഫീസിലുൾപ്പെടെ ബന്ധപ്പെടുമ്പോഴും അവർക്കും കൃത്യമായ രീതിയിലുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ എത്ര ദിവസത്തിനകം ഇത് പൂർവ്വസ്ഥിതിയിലാകുമെന്നുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 2023 ഈ സാക്ഷി പോർട്ടൽ നിലവിൽ വരുന്നത്. അതിനു മുൻപ് ജില്ലാ കളക്ടർ മുഖേനയാണ് ഈ പ്രവർത്തികളെല്ലാം പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്കായി എംപികൾ ഫണ്ട് നൽകുകയും അത് കളക്ടർമാരുടെ അക്കൗണ്ടിലേക്ക് നൽകുകയും അത് ആവശ്യാനുസരണം എംപിമാരുടെ അനുമതിയോടുകൂടി കളക്ടർ നൽകുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ 2023 ശേഷം കൃത്യമായ രീതിയിൽ സാക്ഷി പോർട്ടൽ വഴി വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സാക്ഷി പോർട്ടൽ വളരെ മികച്ച രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തന്നെയാണ് കരാറുകാരുടെ അഭിപ്രായം. പക്ഷേ ഇതിപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു മാസത്തോളം തന്നെ ഈ പോർട്ടൽ പ്രതിസന്ധിയിലാവുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് കരാറുകാർക്ക് ലഭിക്കാതെ കിടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. അതുകൊണ്ട് അടിയന്തരമായി ഇതിനകത്തൊരു പരിഹാരമുണ്ടാവണം, ഈ പോർട്ടൽ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നുള്ളതാണ് കരാറുകാർ ആവശ്യമായി ഉന്നയിക്കുന്നത്. എംപിമാരുടെ ഓഫീസിൽ നിന്നുള്ള ജീവനക്കാരും അത്തരം ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. സുജിയ, വിവരങ്ങൾ നൽകിയത് അർജുൻ കല്യാടാണ്. സാക്ഷി പോർട്ടൽ പണിമുടക്കി കിടക്കുകയാണ് ഇപ്പോഴും.